വീഡിയോ കണ്ടിട്ട് ഫ്രണ്ടില് 2 പ്രേതമല്ലോ. നമ്മള് കുറച്ചുപേരേ ഉള്ളൂ ഇവിടെ. ഒരാളായാലും 2 ആളായാലും 3 ആളായാലും എനിക്കിവിടെ ഒരു ബിസിനസ്സും വേണ്ട, എനിക്കിവിടെ ഒരു കോപ്പും വേണ്ട. നീയൊക്കെ ഒരു 4-5 എണ്ണം ഇവിടെ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ഇതാണ് അല്ലെങ്കിൽ നല്ല രീതിയിലാണ് പോണേന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. മനസ്സിലായ? എനിക്ക് ബിസിനസ് അല്ല, ഞാൻ ബിസിനസ് എടുക്കാൻ ഇത് മെയിൻ ആയിട്ട് സജീനെ ഏൽപ്പിച്ചിട്ടാണ്. എനിക്കിത് ബിസിനസ്, ഞാനൊരു ബിസിനസിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സാധനമല്ല ഇത്. നിങ്ങളെ കൊണ്ട് ഹാർഡ് ഗ്രൈൻഡ് ചെയ്യിപ്പിച്ച് എനിക്കൊരു ബിസിനസ് ഉണ്ടാക്കണം എന്ന് ഉള്ള ഒരു മൈൻഡ് തുടങ്ങിയ ഒരു സാധനമല്ല ഞാൻ. ഇത് കുറച്ചു നേരം നിങ്ങളിപ്പോ രായൻ വെല്ലാരീനെ അന്തേരീനൊക്കെ അവൻ നോക്കിയതുപോലെ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് പിള്ളേർ അവര് നല്ല ഇതിലോട്ട് വന്നു. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതാവാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇതിൽ നിന്നുകൊണ്ട് നല്ലൊരു എന്തെങ്കിലും സിറ്റിയിലോ പുറത്തോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതാവാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം തുടങ്ങിയത് തന്നെ. നമ്മളിവിടെ ഫീൽഡില് പുതിയതാണെങ്കിലും എന്റെ പേര് ചന്ദ്രൻ. നാഥൻ ആരാ? എന്താ പറയാ? എനിക്ക് നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലടേ. ഈ സിറ്റി വന്നപ്പോ ഒരു ഗ്യാങ് എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബോസൻകൂടെ ഓണർ അല്ലേന്ന്. അതില് എടാ സിറ്റി കയറാത്ത വെറുതെ സിറ്റി കയറുമ്പോ ഇങ്ങനെ വന്ന് ചോദിക്കണമെങ്കിൽ എടാ എനിക്ക് ഇതിലും വലിയ അഭിമാന നിമിഷമൊന്നും ഇല്ല വേറെ. നാടിന്റെ പൊന്നോമന പുത്രന് ജന്മദിനാശംസകൾ. നാടിന്റെ ഇവിടെ നിൽക്കുന്നൊക്കെ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരൊക്കെ അല്ലേ? പിന്നെ നീയൊക്കെ എന്താണ് വിചാരിച്ചേ? മറ്റേ ആഴ്ചയിൽ പൈസ മേടിക്കാൻ വേണ്ടി മാത്രമാണ് ബ്ലാക്ക് മാഫിയ നമ്മൾ കൂടെ നിർത്തിയേക്കണേന്നോ? ഈ ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അപ്പൊ അമ്പത്തൂര് ഏൽപ്പിച്ച ഒരാള് പോലും ആർപ്പിക്കാത്ത ഇന്റർവ്യൂ വരാതെ അവരവരുടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. കണ്ടാ, നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തില്ല. നമ്മള് കുറച്ചുപേരേ ഉള്ളൂ ഇവിടെ. ഒരാളായാലും 2 ആളായാലും 3 ആളായാലും എനിക്ക് ലെവിയെ മാത്രമേ അറിയുള്ളൂ. ബൈ ബൈ ടാറ്റാ. എന്താ താങ്ക് യു. നമ്മള് എല്ലാരും ഒത്തുകൂടി അടുത്ത ഉടനെ എല്ലാവർക്കും കാണണം. എല്ലാരും കാണാൻ പറ്റും. 6 മണിക്കൂർ പ്രതീക്ഷയില്ല. ഞങ്ങൾ പരിപാടിക്ക് പോലെ എത്തും വിചാരിച്ചു. അങ്ങനെ കാണുമ്പോൾ പിന്നെ ഡേവിഡിനെ കാണാൻ പറ്റും. ബ്ലാക്ക് മാഫിയ 3 വർഷമായല്ലേ? താങ്ക് യു ഡ്രീമർ ഗെയിമിംഗ്. മീൻസ് ലോട്ടറാ. ഇനിയുണ്ടോ? ഇനി ബ്ലാക്ക്
ഇനി ബ്ലാക്ക് മാഫിയയില് നമ്മള് കുറച്ചുപേരേ ഉള്ളൂ. ഇവിടെ ഒരാളായാലും രണ്ടാളായാലും മൂന്നാളായാലും എനിക്കിവിടെ ഒരു ബിസിനസ്സും വേണ്ട, എനിക്കിവിടെ ഒരു കോപ്പും വേണ്ട. നീയൊക്കെ ഒരു 5 3 വർഷം ശരിക്കും ശരിക്കും ബ്ലാക്ക് അപ്പൊ ടിവിക്കും പിന്നെ നമ്മളെ ചന്ദ്രനും താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാ എന്തിന് പറയണമെന്ന് പറഞ്ഞൂടാ, കാരണം നമ്മൾ വിചാരിച്ച പോലെ പരിപാടി നടന്നിട്ടില്ല. ഒന്നാമത്തെ ഇല്ല കേവി എല്ലാരും നമ്മള് വിളിച്ചിട്ട് വന്ന എല്ലാരും താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ലൈക്ക് നമ്മള് ക്ലബായതിനു ശേഷം നമ്മള് കുറച്ച് ഇങ്ങനെ റിവ്യൂലും കാര്യങ്ങളൊക്കെ അതായത് നിങ്ങൾ നോക്കിയിട്ട് ഒരു 9 മാസമായി. പക്ഷെ ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല. കൊറേ അതായത് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ശോകമായി മൊത്തത്തിൽ നിൽക്കുവാണ്. നമ്മള് ഇത് നടത്തിയപ്പോ തന്നെ നമ്മൾ ഇതിന്റെ ബാക്കിൽ 48 മണിക്കൂർ ഇരുന്നിട്ടും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പരിപാടിയും മര്യാദയ്ക്ക് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പം വേറെ ബാഡായിട്ടൊന്നും എടുക്കരുത്. നിങ്ങൾ കുറെ ഡിലേ ആയെന്നും ഭയങ്കര ശോകമായെന്നൊക്കെ മനസ്സിലായി. നമ്മളെ സൈഡിൽ നിന്ന് ഒരു സോറി ചോദിക്കുകയാണ്. അങ്ങനൊന്നുമില്ലടാ, അടിപൊളിയായിരുന്നടാ. അങ്ങനൊന്നുമില്ല. 2 വാക്ക് സംസാരിച്ചാണ്. 2 വാക്ക് പറയാൻ വേദിയിലേക്ക് നമ്മൾ വാസുവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ചന്ദ്രൻ ശരിക്കും 3 വർഷമായല്ലേ ബ്ലാക്ക് മാഫിയ തുടങ്ങിയിട്ട്? 3 വർഷം. നല്ല മാറ്റം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, 3 വർഷം ആയി എന്ന് ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇത്രയും പെട്ടെന്ന് സമയമൊക്കെ പോയെന്ന് മനസ്സിലായത്. ആൻഡ് ഞങ്ങൾക്ക് ടി വിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കങ്ങനെ ആ ഒരു സമയത്ത് കെ വി ആയിട്ടൊക്കെ റൈവലറി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ബ്രദർഹുഡ് ഗ്യാങ് എന്ന് പറയുന്നത് ബെല്ലാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഇനി ഒരു ഫ്രണ്ട്ലി ഗ്യാങ് വേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു ക്ലബ്ബോ ഒന്നും വേണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മൾ ആ ഒരു സമയത്തൊക്കെ ഇരുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണെങ്കിലും അതിന് മുമ്പ് തൊട്ടും ചന്ദ്രൻ അവൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ കുറച്ച് നിങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് മാഫിയ ഒരുപാട് കാര്യത്തിൽ, ഫണ്ടിൻ്റെ കാര്യത്തിലും ഹീലിങ്സിൻ്റെയും ബാക്കിയുള്ള ഒരുപാട് കാര്യത്തിലും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ഗ്രോത്തിന് നിങ്ങൾക്കും ഒരു വലിയൊരു പാർട്ടുണ്ട്. ഇതിന് ആദ്യം തന്നെ എല്ലാ ബ്ലാക്ക് മാഫിയ മെമ്പേഴ്സിനോട് ഞാൻ ഒരു ബിഗ് താങ്ക് യു പറയുന്നു. ആൻഡ് എന്താ പറയുക, നമ്മുടെ ടി വി ഗ്യാങ്ങിൻ്റെ ഒരു കോ ലീഡർ എന്നുള്ളതിന് അപ്പുറത്തോട്ട് അവൻ ഇതേപോലത്തെ ഒരു ബ്രദർഹുഡ് കൂടി ഇപ്പുറത്ത് ക്രിയേറ്റ് ചെയ്തതിൽ ഡ്രീമറിനോടും ചന്ദ്രബോസിനോടും ഞാൻ പ്രത്യേകം ഒരു അപ്രിസിയേഷൻ അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് അവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടി അവിടെ ചന്ദ്രബോസും ഉണ്ട്. അപ്പം എന്താ പറയുക, എല്ലാം കൊണ്ടും ഞങ്ങളെ പരിപാടിക്ക് വിളിച്ചതിനും ഇതിനകത്തൊക്കെ ഞങ്ങളെ ഇൻവോൾവ് ചെയ്തതിനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനും എല്ലാം ഒരുപാട് താങ്ക് യു ബ്ലാക്ക് മാഫിയോട്. ആൻഡ് വിഷിങ് യു വെരി ഓൾ ദ ബെസ്റ്റ്. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോൾ സിറ്റിയിലെ ഇവൻറ്റ്സും പരിപാടികളൊക്കെ, ഇനി വരുന്ന പരിപാടികളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഞാൻ കാർലോയെ വിളിക്കാം. കാർലോ 2 വാക്ക് സംസാരിക്കാമെന്ന്, കാർലോയും കൂടെ ഒന്ന് വരണം. ഒതുങ്ങിയിരിക്കരുത്. ഹലോ ഞാൻ എനിക്ക് ചന്ദ്രന്റെ കേൾക്കണ്ടോ? ഹലോ ചന്ദ്രന്റെ ക്ലബ്ബാന്ന് അറിയാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സിറ്റിയില്, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കേവികൾ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്തതിന് ഒത്തിരി താങ്ക് യു. നമ്മള് ഈ ബസ്സും സംഭവങ്ങളും ബാക്കി സെറ്റപ്പും പോസ്റ്ററും ഒക്കെ കണ്ടപ്പോ തന്നെ സത്യം പറഞ്ഞാൽ വണ്ടർ ചെയ്യും, ഇത്രയും നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഇപ്പൊ ഉള്ള ഇവിടെയുള്ള ബസ് സിറ്റി ഇറക്കിയാൽ കൊള്ളാതുണ്ട്. നല്ല രസമുണ്ട് ബസ്സാണെങ്കിലും. അപ്പോ BM-ന്റെ ഈ ഒരു പരിപാടിക്ക് ഇവർക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോട്ടെ. അപ്പോൾ എനിക്ക് മുന്നത്തെ പണ്ടത്തെ സംഭവങ്ങൾ ഇതേപോലെ TV അടിയ സമയത്തുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പേഴ്സണലി അറിഞ്ഞൂടാ. ഇവിടെ വന്നിട്ടാണ് പിന്നെയും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് എല്ലാം നല്ല രീതിയിൽ പോട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത് 2 വാക്ക് പറയാൻ വേണ്ടി രായണ്ണനെയും കൂടെ
രണ്ട് വാക്ക് സംസാരിച്ചിട്ട് വരാം. സീറോ സീറോ സെവൻ ഉണ്ടോ? ഉണ്ട്, 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 ഉണ്ട്. കൊറേ പുറത്ത് ലിവിയായിരുന്ന അല്ല ഇവൻ നമ്മളെ പഠിക്കുന്നവരെ കൊറേ ഒരു ഇതിന്റെ പിറകില് മെയിൻ നല്ലപോലെ എഫേർട്ട് എടുത്ത് കൊറേ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. സംസാരിക്കട്ടെ, നീ സംസാരിക്കട്ടെ. ഇതായിട്ട് ചെയ്യുന്നല്ലേ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് ഇവര് നല്ല പരിപാടിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. അന്ന് ഞാൻ ഉണ്ടായിരുന്നു. ഇവർക്ക് അതിന്റെ ഒരു സ്കില്ലുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ഞാൻ ഈ സിറ്റി തന്നെ പല ബർത്ത്ഡേ പരിപാടി ആയാലും ഇതൊക്കെ ഇവർ ചെയ്യുന്ന കണ്ടിട്ട് കുറെ അടിപൊളിയായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അടിപൊളി പരിപാടി ചെയ്യാ, ഇതേപോലെ ചെയ്യാ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത്ര തന്നെ എല്ലാവർക്കും ഇത് അവിടെ അവർ ചന്ദ്ര ചന്ദ്ര സീറോ പില്ല ഇത് ടെർസറർ അല്ലേടാ? Guys, to enter the base. This is not an easy task. So ellarum be alert. താങ്ക് യു സോ എങ്ങനെ മച്ച്. പിള്ളാരെ ഇത് നമ്മ തൂക്കുവല്ലേ? ഓഹോ അല്ല ഇത് എന്തിന് ഇതെന്താ ഇത് അങ്ങോട്ട് അളി അത് കൊള്ളാലേ. ഇനിയിപ്പോ അടുത്തിപ്പോ എന്താ ചെയ്യാ? ഹെലി എന്ത് രസോടെ കാണാൻ. എന്റെ അമ്മ ഹെലി കസ്കി. ഹെലി വിഷയം. ഇത് നമ്മുടെ മറ്റേ ഗോഡ്സില്ലയുടെ ഒരു ഇതുണ്ട്. മിക്കവർ തന്നെ ചെയ്തേക്കുന്നല്ലേ? ഹെലി എന്റെ അമ്മു. ഹെലി ഒരു സാധനം. ഹെലി തൂക്കി. സത്യമല്ലേ? ഹെലി കൊണ്ടുപോയി. സത്യം. ആ വണ്ടിയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഹെലിയാണ്. എന്ത് സാധനം. ഫുൾ വീഡിയോ ഒരു 2-3 ദിവസം. ചന്ദ്ര പറയുവാണെങ്കിൽ നമ്മള് കറക്റ്റ് പറയുകയാണെങ്കിൽ 48 മണിക്കൂർ ഇതിന്റെ ബാക്കി ഇരുന്ന് എടുത്ത 30 റോ ഫുട്ടേജസ് ക്രാഷ് ആയി. എല്ലാം സെറ്റാണ് സെറ്റാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഹെലി കൊണ്ടുപോയി കേട്ടോ. ഹെലി കൊണ്ടുപോയി ഇന്നത്തെ. പിന്നെ വേറൊരു അപ്ഡേറ്റും കൂടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സെർവർ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് ഇനി സിറ്റിയിൽ അങ്ങനെ ബ്ലാക്ക് മാഫിയ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് പുതിയ നെയിമും കൂടെ അനൗൺസ് ചെയ്യണതാണ്. അത് നമുക്ക് ഇനിയിപ്പോ വണ്ടി കാണാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ. ചന്ദ്ര അളിയാ ഹെലി കിടിലോടാ. പുതിയ ക്ലബ് വരുന്നുണ്ട് ചന്ദ്ര. 2 വണ്ടി യൂസ് ചെയ്യാം. നൈസായിട്ട് ഹെലി മേടിച്ചു പറ്റുമോ? എല്ലാരും സ്ക്രീനിന്റെ ബാക്കി പറഞ്ഞേ. സൈഡിലൂടെ നടന്നാ. അയ്യോ എനിക്ക് നേരത്തെ ഉറക്കം വരുന്നു. അയ്യോ ഉറക്കം വരില്ലേ? ഇന്ന് ജെയിംസ് ബോണ്ടിനെ കളിച്ചില്ലേ? ഇവന്മാരെ കളിക്കും.
അയ്യോ പറ്റിച്ചേ പറ്റിച്ചേ. എല്ലാരും എത്തിയില്ലേ? എത്തിയില്ല എല്ലാരും. എന്തൊരു സാധനമാണ് അത്? എന്റെ അമ്മ ഹെലി നോക്കടാ. ഇത് ട്രക്കിനെ പോലെ ഉണ്ടല്ലേ അണ്ണാ? എന്റെ പൊന്നു, അപ്പൊ ഇതാണ് നമ്മളെ സാധനമാണോ ഇത്? ഇതെന്തൊരു സാധനം ഈ ഹെലി? എന്റെ അമ്മോ, ഇവിടെ ഹെലി ഹെലി ഒരു രക്ഷയില്ല. മയില് ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗോഡ്സിലയുടെ നമ്മുടെ ഷിന്നിന്റെ ഒരു ഇതില്ലടാ അതിന്. എടാ ഹെലി വേറെ സത്യം പറയല കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്ക്. ആ പറടാ, ഈ റിവീലിന്റെ ഇത് ആരും ചെയ്തെന്നറിയോ? അത് ചെറുക്ക അവനാണോ ചെയ്തേ? നിഞ്ചാണോ ചെയ്തത്? ഓക്കെ ഗൈസ് എനിക്ക് വണ്ടിയേക്കാൾ ഇഷ്ടപ്പെട്ടത് ഹേലിയാ ഗൈസ്. എനിക്ക് വണ്ടി അത്രക്ക് ഇഷ്ടപ്പെട്ടതെന്നല്ല, കമ്പാരിറ്റീവ്ലി ഹേലി കൊണ്ടുപോയി. ഇതോ എനിക്ക് സത്യം നിങ്ങളൊന്ന് നോക്കുക ഗൈസ്, അതിന്റെ ഷേപ്പും എടാ നോക്കടാ, ബ്ലാക്കിൽ കാണാൻ എന്ത് രസോടാ സാധനം. എന്റെ അമ്മ നോക്ക്. ഒയ്യോ ഒന്നും പറയാനില്ല കേട്ടാ. ഒരു മിനിറ്റ് ഒന്ന് മാറിയടാ, ജസ്റ്റ് ഒന്ന് അതിന്റെ ഡ്രൈവർ സീറ്റിൽ ആരും ഉണ്ടെന്നാ? അതെന്താ അങ്ങനെ ഒരു പരിപാടി? അതാരും ഉണ്ട്, ഡ്രൈവർ സീറ്റിൽ ആരും ഉണ്ട്. ഇതിന് കൊളീഷയില്ലേ? സത്യം ന്യൂ നെയിം നോക്കുന്നു. എന്താണ്? ഇമ്പാക്ട് ബിൽഡ് ബൈ ചന്ദ്രബോസ്. എടാ പുതിയ നെയിം എവിടെയാ കാണിക്കുന്നേ? എവിടെ? ഓ ഇതാണല്ലേ. ഇത്രയും വലുതായിട്ട് ഇവിടെ നിന്ന് കണ്ടിട്ടില്ല. ബോൺ മെർസിലസ്. ആ പറയടാ അണ്ണാ, അവർക്ക് BMA ബ്ലാക്ക് മാഫിയ എന്ന് പറഞ്ഞ് പേരിടാൻ പറ്റത്തില്ല ഇനി. അവർക്ക് പേരിടാൻ പറ്റത്തില്ല ഇനി, കാരണം അത് പുറത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആണ്. ഇപ്പം അറിയാലോ അത്. അപ്പൊ കുറെ ഇത് മാറ്റി അങ്ങനെ BM എന്ന് മാറ്റി അവരെ പുതിയ പേര് പറഞ്ഞാൽ ബോൺ മാർസിലസ് എന്നാണ്. ഓ ഓക്കെ 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 അതിന്റെ പാട്ടിന്റെ ബാക്കിലാണ് നേരെ നോക്കിയത്. ഓ സെറ്റ് കണ്ടാ അടിപൊളി അടിപൊളി. സെറ്റ് ഓൾ കൂടെ ഓടാ. ഹെലി സെക്സി സാധനം, ഒരു രക്ഷയില്ല. കിട്ടില്ല. ഞാൻ ത്രൂ ഔട്ട് ഈ പ്രോഗ്രാമിൽ എല്ലാത്തിനും ഞാൻ പറയാം, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, ഇറക്കിയതിൽ ആ ഹെലിയിൽ സത്യം പറഞ്ഞ ഒന്നും പറയാനില്ല. തീർച്ചയായും സാധനം. ഞാൻ മിക്കവാറും ഇത് കൊണ്ടുപോയി TV സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ ഇടുവേ. വണ്ടി പോയി അല്ല, ആ മറ്റേ വണ്ടിയും കൊള്ളട്ടോ. ഒരു 6 വന്നിട്ടില്ലേ? അതെ, എന്റെ അമ്മോ, ഒരു സാറ്റ് മറ്റേ ഒരു ബൾക്കി സാധനം. ഇത് കൊള്ളാം. നാളെ ഈ ഹെലി ഒരു ഡിസ്കോഡ് സോറി കാണാം 50 രൂപയ്ക്ക് വിൽക്കുന്ന കേട്ടോ. നാളെ ഈ ഹെലി ഒരു സെർവറിൽ 50 രൂപയ്ക്ക് കിടക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ, വേറെ ഒന്നും ഇല്ല എനിക്ക്. ചന്ദ്രന് നന്നായിട്ട് കണ്ടോ കേട്ടോ. ഇതെങ്കിലും എനിക്ക് തരണടാ, ഇതെങ്കിലും എനിക്ക് തരണം.
എന്താ ഫീൽഡോ എന്ത് വണ്ടിയല്ലേ വണ്ടി എടാ എനിക്ക് ഓട്ടോവെയർ ചെയ്യാൻ പറ്റുള്ളൂടാ ഇവിടുത്തെ പെട്ടെന്ന് ഈ അടിച്ച് പെട്ടെന്നടി എടാ എനിക്ക് പറ്റുള്ളൂടാ എന്റെ എല്ലാം കഴിയും എനിക്ക് ഇവിടുന്ന് ഓട്ടോവെയർ ചെയ്യാൻ പറ്റുള്ളൂടാ വണ്ടിനെ കീ തരാം എന്നെ കൂടെ ഒന്ന് ഒരുക്കുവോ? ഇല്ലടാ ഞാൻ കേറുമ്പോ വീണ്ടും ഓട്ടോവെയർ ചെയ്യേണ്ടി വരുവാടാ അണ്ണാ കീ കൊടുത്താ മതി വേറെ പ്രശ്നമില്ല അതാ വണ്ടി കയറി ഒന്ന് മാറിത്താടാ എന്നാലേ എനിക്ക് കേറാൻ പറ്റുള്ളൂ വണ്ടി ലോക്ക് ചെയ്തടാ പൊട്ട കാർലോ പാവം ബ്രോ ഇത് ടിവിയുടെ ഇവന്റ് അല്ല ബ്രോ നിങ്ങൾ ഇങ്ങനെ വിഷം തുപ്പാതെ കഴിച്ചു ഇത് എന്തൊക്കെ പറയണ ടിവിയുടെ ഇവന്റ് അല്ല ഇനി ഞാൻ കീ തരാം പിന്നെ വണ്ടി തുറന്നില്ലേ എടുത്തോ ഡ്രൈവർ ആരാ വന്ന വഴി നേരെ വിട്ടു. നമുക്ക് അവർക്ക് അവരോട് റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് ഇവന്റിന് വിളിച്ചത്. എടാ ബ്ലാക്ക് മാഫിയ ടിവിയുടെ അണ്ടറിൽ ബിൽഡ് ആയ ഗ്യാങ് ആണ്. ഇവിടെ ഇതിന്റെ അലോയ് വീൽസ് എന്ത് രസോടാ. അണ്ണാ അവന്റെ ഐഡി മാത്രം ഒന്ന് പറഞ്ഞു. 777 ഇവിടെ ഇതിന്റെ അലോയ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ ഫ്രണ്ടിൽ ഒരു 1000 പേരുണ്ട്. വീഡിയോ കിക്ക് കിട്ടും. കാർലോ പാവം. എടാ നീ കാർലോ പാവം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ലൈവ് പോലും സോറി ജീവിതത്തിൽ ഒരിക്കലും നീ അവിടെ പോയി കാണാത്തവനായിരിക്കും നീ ഇവിടെ ഇരുന്ന് ഈ വർത്താനം പറയുന്നത്. മനസ്സിലായോ? ഇനി ഒരെണ്ണം അടിച്ചാൽ ഞാൻ കിക്ക. ഫ്രണ്ടിലുള്ളവരൊന്നും ഒരു സൈഡിലോട്ട് മാറും. വണ്ടിക്ക് പോകാനായിട്ട് റൈറ്റ് സൈഡിലോട്ട് മാറും. നിങ്ങളുടെ മാത്രം ലെഫ്റ്റും റൈറ്റും അറിയാത്ത ഭാഗ്യം. താങ്ക് യു. ദൈവമേ ഒന്ന് വലിക്കോ. 27 ഈ സെയിം ലിവർ ഇപ്പുറത്തെ സൈഡിലൂടെ അടിച്ചാൽ കൊള്ളായിരുന്നു. രണ്ട് സൈഡിലും അടിച്ചാൽ കൊള്ളായിരുന്നു കേട്ടാ. അതടിക്കാൻ പറ്റുമല്ലോ. ബെറ്റർ ഗ്രാഫിക്സോ? അതെന്തിനാ ബെറ്റർ ഗ്രാഫിക്സ് മാറ്റി? അങ്ങനെ ശരിയാ. ഇപ്പോഴാണ് ഇതിന്റെ വലിക്കുന്നില്ല. ഞാൻ ചെയ്യാനാ നല്ല രസമുണ്ട്. നീ അലോയ്സ് നോക്കടാ. അലോയ്സും ഇത് നോക്ക്. വീലും നല്ല രസമുണ്ട്. എനിക്ക് അലോയ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറയല അലോയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടാ ഈ ലിവർ ഇത് ഇപ്പുറത്തെ സൈഡിലും കൂടെ ഒന്ന് ഇടാൻ പൊളീഷൻ ഇല്ല. വിസിബിലിറ്റി ഇല്ല. പേരിന്റെ ടെസ്റ്റർ ഇതാക്കണ്ടേ കുറച്ചും കൂടി. എടാ ബ്ലാക്ക് മാഫിയ ഉണ്ടോ ഇവിടെ? എടാ ബ്ലാക്ക് മാഫിയയിൽ ആരെല്ലാം ഉണ്ടോ ഇവിടെ? എടാ എനിക്ക് വണ്ടിയിൽ ലെഫ്റ്റ് സൈഡിലുള്ള ലിവർ ചെയ്തും റൈറ്റ് സൈഡിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് തരുമോ? എഴുതിയിട്ടുണ്ട്. എടാ ഞാൻ ഇന്നൂടെ പറഞ്ഞതേ ഉള്ളടാ ബ്ലാക്ക് ആൻഡ് ഗോൾഡിന്റെ കാര്യം. ഇത് ഗോൾഡ് അല്ല എന്നാലും ഒരു ഓറഞ്ച് ആ ഗോൾഡ് ടോൺ ആണ്. ഞാൻ ഇന്ന് ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ പറഞ്ഞേ ഉള്ളൂ ഈ കാര്യം ഇവരുടെ അടുത്ത്. എനിക്ക് കളർ കോമ്പോ ഭയങ്കര ഇഷ്ടമാ. എത്ര കളർ വേരിയന്റ് വന്നാലും വിഷയമില്ല. എല്ലാ കളറിലും കിടലോ സത്യം. ആരായിപ്പോയോ? അവൻ കേറുന്നില്ലേ? നിനക്കൊക്കെ അതൊക്കെ പണ്ടായിരുന്നു. ഇത് എന്താ ഇത്? അതാ പറഞ്ഞ ബാക്കി നോക്കി.
ജെറ്റ് എഞ്ചിൻ ഇരിക്കണത് പോലെ ഇത്, 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 ഇത്. അതിന്റെ ഹാൻഡ്ലിംഗ് പോപ്പുലേഷൻ ചെയ്തിട്ടില്ല തൽക്കാലത്തേക്ക് നമുക്ക് പാക്ക് വന്നിട്ടില്ലല്ലോ ഹെലിക്ക് ആ ഈ ഇത് ബൂസ്റ്റ് ഉണ്ടോ ഈ സാധനം കാണാൻ ഒരു രക്ഷയില്ല. തൊട്ട് താഴെയുണ്ട് ഒന്നും പറയാം രണ്ട് വിഷയം. ഞാൻ റിപ്പയർ ചെയ്തോ എന്നെ ഒന്ന് പിക്ക് പോകും ഓ അണ്ണാ ഇത് ചേർന്നു ഞാനാ ആ എന്നെ ഒന്ന് പിക്കാക്കാം എന്നെ ഒന്ന് പിക്കാക്കാം ഓ, ഇതിന്റെ നിഴല് നോക്കിയാ അവിടെ വാറിൽ കൊണ്ടുപോകണം. ഇതൊക്കെ വാറിൽ കൊണ്ടുപോകണം. ഇതിന് ഹെലിയുടെ ലീഫ് പറയുമ്പോൾ കണ്ടാ BM എന്ന് എഴുതി കാണിക്കുന്നു. ഇറങ്ങി ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി. എടാ അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വണ്ടിക്ക് താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ടാ. പോയിട്ട് വരാം അപ്പൊ കേട്ടാ. ഓക്കെടാ ഓക്കെ. ഇതിന് കൊളീഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതൊന്നും അപ്പൊ വണ്ടി ബാക്കി പണി കൊളീഷൻ ഹാൻഡ്ലിംഗ് ചെയ്തിട്ട് കിട്ടിക്കാറും കേട്ടോ. ഓക്കെ. ഇതെന്താ പൊങ്ങാത്ത? ഹലോ പൊങ്ങുന്നില്ലത്. ആ പൊങ്ങി. ഹലോ ദൈവമേ. ഹലോ അണ്ണന്റെ ഐഡി എത്ര? എന്റെ ഐഡി 7. ഞാൻ അതിന്റെ മുകളിൽ ലാൻഡ് ചെയ്തിട്ട് ഇറങ്ങാവേ. അത്രയും പൊങ്ങൂലടാ. റൈറ്റ് റിപ്പയർ ഉണ്ടെന്നാ മിലിറ്ററി ബേസിൽ റിപ്പയർ ഉണ്ട്. അയ്യോ വെള്ളത്തിൽ പോയി. പേടിക്കല്ലേ ഇതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലേ, പേടിക്കല്ലേ. റൈറ്റിൽ റിപ്പയർ ഉണ്ടോ മിലിറ്ററി ബേസ്? ഞാൻ ഇവിടെ കടൽ തീരത്ത് ഇറക്കാം. എവിടെ ഉണ്ടോ? പ്രതികൂല സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഇറക്കണം. കണ്ട എന്ത് നീറ്റായിട്ട് വന്നുണ്ടോ എമർജൻസി ലാൻഡിങ്. എങ്ങനെ